കേട്ടോ ചെയ്യുന്നത്. നോമ്പൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇപ്പം എല്ലാരും അടിച്ചു പൊളിക്കാൻ വേണ്ടി പോകുന്ന ഒരു ദിവസം തന്നെയാണ്. അപ്പൊ നമ്മുടെ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്ക്. ഇത് നമ്മള് ഡ്രസ് റിവീലിംഗ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇട്ടിട്ട് നിങ്ങൾ കണ്ടില്ലല്ലോ. അപ്പൊ അതാ എങ്ങനെയുണ്ട്. പിന്നെ നമ്മള് പാന്റ് മാത്രം വേറെ ആണ് കേട്ടോ. ഞാൻ ഗ്രേയും ചെയ്യാ നിവിട്ടു. അപ്പൊ നമ്മള് ചായ ഒന്നും കുടിച്ചിട്ടില്ല ഗൈസ്. നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടി ചായ ഒന്നും കുടിച്ചിട്ടില്ല. അപ്പൊ നമ്മള് വീഡിയോ എടുക്കുമ്പോ ചായ ബാക്കി എല്ലാരും ചായ ഇപ്പൊ ചായ കുടിച്ച് പള്ളിയിൽ പോയി. അല്ലുതാ ചായ കുടിച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന. പിന്നെ നമ്മള് ഇന്നത്തെ ഫുഡ് നമുക്ക് ഇവിടെ അല്ല കേട്ടോ. ഇന്നത്തെ ഫുഡ് നമ്മള് സാർമ്മന്റെ വീട്ടിൽ പോവാണ് കേട്ടോ. ഉമ്മമ്മന്റെ വീട്ടിൽ പോവാണ്. അവിടെ എല്ലാവരും. അപ്പൊ എല്ലാരും കൂടാട്ടോ അവിടുന്നാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. ഒക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ നേരെ നമ്മള് ചായ കുടിക്കാൻ പോട്ടെ. കുറെ നേരമായിട്ടുണ്ട്. അപ്പൊ തന്നെ അപ്പൊ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇന്ന് ഗൈസ് ഇന്ന് പെരുന്നാളാണ്. അപ്പൊ അതെല്ലാം നല്ല സന്തോഷത്തിന്റെ ദിവസമാണ്. അപ്പൊ നമുക്ക് കുറച്ച് സന്തോഷം കിട്ടണേ. നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേ പറ്റൂ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഗൈസ്. പിന്നെ വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തോളെ. അടിപൊളി വീഡിയോ. കാരണം പെരുന്നാളൊക്കെ അല്ലേ. അപ്പൊ അടിപൊളി വീഡിയോ തന്നെയാണ്. അപ്പൊ എല്ലാരും ഒന്ന് ലൈക്കും ചെയ്യട്ടോ ഗൈസ്. അപ്പൊ നേരെ വീഡിയോയിലേക്ക്. അങ്ങനെ ഗായ്സ് നമ്മളിതാ പൊലിച്ചൊക്കെ എണീച്ചിട്ട് നമ്മളെ പണി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പലഹാരത്തിൻ്റെതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മളെ വീട്ടിൽ പൊതുവേ നമ്മൾ ഈ എന്താ പറയുക പെരുന്നാളിനൊക്കെ പലഹാരമാണ് ഉണ്ടാക്കുക. ചില വീട്ടിൽ ഈ പത്തിരിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. നമ്മളെ വീട്ടിൽ പലഹാരമേ പോവുള്ളൂ, പത്തിരി ഒന്നും പോവില്ല. അതുകൊണ്ട് അങ്ങനെ പലഹാരമാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കടുക്ക നിറച്ചതാണ് കേട്ടോ. കടുക്ക നിറച്ചത് ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല. നമ്മളെ വീട്ടിൽ എപ്പോഴും പെരുന്നാളിന് കടുക്ക നിറച്ചത് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ കടുക്ക നിറച്ചതാണ് ആദ്യത്തെ ഐറ്റം. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മളെ വീട്ടിൻ്റെ അടുത്തൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കിതൊക്കെ നേരത്തെ ആക്കി വെച്ചാൽ പിന്നെ നിസ്കരിച്ച് കഴിഞ്ഞാൽ ഇത് വേഗം കൊണ്ടു കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കടുക്ക നിറച്ചതിൻ്റെ അതങ്ങോട്ട് സെറ്റാക്കിയത്. പിന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മളെ ഈ പഴം നിറച്ചതാണ് കേട്ടോ ഗൈസ്. ഇതെനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ നമ്മളെന്താ പറയുക യൂട്യൂബ് സൈസിലല്ല കേട്ടോ ഇത് എടുത്തത്. എനിക്ക് മറന്നുപോയി പെട്ടെന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഗൈസ് നമ്മളിനി ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ചായക്ക് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും നമ്മളിവിടെ എന്താ നമ്മളെ ഒരു ക്ലൂ തരാം. എപ്പോഴും നമ്മളെ ഇവിടെ പെരുന്നാളിനുണ്ടാകുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ആദ്യത്തെ 10 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ആ ഉത്തരം പറയണം. ബാക്കിയൊക്കെ ഉള്ള തീർന്ന പറയാൻ പറഞ്ഞില്ലേ. ഇവിടെ നമ്മൾ കടുക്ക നിറച്ചതാണ്. ഇവിടെ കണ്ടോ വലിയ കടുക്ക നിറച്ച. പിന്നെ നമ്മളിവിടെ പയനിറച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതൊക്കെ തീർന്നു പോയി ഗൈസ്. നമ്മൾ വരുമ്പോഴത്തേക്കും അത് നമുക്ക് വീട്ടിൻ്റെ അടുത്തൊക്കെ കൊടുക്കാണ്ട് അടുത്തുള്ള ആൾക്കൊക്കെ കൊടുക്കാണ്ടേനും. അപ്പോൾ കടുക്ക നിറച്ചതും പയനിറച്ചതും ഒക്കെ കൊണ്ടു കൊടുത്ത് പിന്നെ നമുക്ക് തരാണ്ട് വലിയ എല്ലാവരും തിന്ന് എന്ത് ചെയ്യാനാ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കണ്ടേ. അപ്പോൾ ഇനി നമുക്ക് ഇനി കടുക്ക നിറച്ചത് തിന്നാം. ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഞാൻ ഒന്നൊക്കെ തിന്നുള്ളൂ. ഇതൊന്നും തിന്നാൽ തന്നെ വരാം. അപ്പോൾ ഇനി നമ്മൾ ചായ കുടിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ശരിക്കും പെരുന്നാളിൻ്റെ ഡ്രസ്സ്. അപ്പം എങ്ങനെയുണ്ട് അപ്പോൾ ഇനി നമ്മൾ സാർമെൻ്റ് അങ്ങോട്ട് പോവാണ്. സാർമെൻ്റ് അവിടെ നിന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പം ഇനി അവിടെ പോവുകയാണ്. ഒരു കുറേ നേരമായി വിളിക്കുന്നത്. നിങ്ങളെന്താ വരാത്ത? കുറേ നേരം ആയല്ലോ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കാൻ വരാത്തത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. കുറേ നേരം പോലും നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവര് ഉമ്മേ അല്ലു ലിയെ ഇവിടെ മാമന്റെ വീട് ഇവിടെ അടുത്ത് വേറെ മാമന്റെ വീട്. നമ്മള് അന്ന് നോമ്പോറൊക്കെ കാണിച്ച ആ മാമന്റെ വീട് വേറൊരു മാമന്റെ വീടുണ്ട്. അവിടെ രണ്ടടുത്ത് നമ്മള് പോയി വന്ന് പിന്നെ നമ്മൾ ഇനിയിപ്പോ പോവാണ്. സമയം ഇപ്പം തന്നെ കുറെ ആയി. അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ട് പോവാണ് കേട്ടോ. അലുസിൻ്റെ കാണിച്ചില്ല. പിന്നെ ഇപ്പന്റെ ഡ്രസ് കാണിച്ചെടുത്തില്ല. ഡ്രസ് കാണിച്ചെടുത്തി. വേറൊരു ഷർട്ട് ഉണ്ടായിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ. അത് പള്ളി പോകുമ്പോട്ട്. അപ്പൊ ഇനി വേറെ. അപ്പൊ ഇനി നമുക്ക് നേരെ പോവാം. പിന്നെ നമുക്ക് പെരുന്നാൾ പീസ് കിട്ടിയിട്ട് എനിക്ക് കുറെ എണ്ണം കിട്ടി. എന്റെ പേസ് ഇട്ട് കാണിച്ചുതരാം. ഇതിലെന്താ ഉണ്ടോ പൈസ? ഈ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പെരുന്നാൾ പൈസ കൊടുക്കുക. ആ പൈസ കിട്ടിയ എങ്ങനെയാണെന്നറിയോ? എനിക്ക് കാണിച്ചിരുന്നത് മാമ പൈസ ഇങ്ങനെ കാണിച്ചത്. ഞാൻ താത്ത ആൾക്കാരാണ്. ഞാൻ പോയി ഷൂ എടുത്തിട്ട്. ഗൈസ് ഇതാണ് ടൊമ്മൻ്റെ ഡ്രസ്സ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ പറയണേ. നമ്മളെ സെലക്ഷനാണ്.
നമ്മൾ മൂന്നാൾ ഗ്രീൻ ആൻഡ് ഗ്രീൻ. ഗൈസ് നമ്മളങ്ങനെ സാറുമ്മൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കാറിൽ മെയിൻ റോഡിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം നടക്കുകയാണ്. ഇപ്പൊക്ക് പണിസ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ ഇപ്പം അങ്ങോട്ട് പോവാണ്. ഇനി നമ്മളോട് തന്നെ നിങ്ങൾ അങ്ങോട്ട് പൊയ്ക്കോളി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന്. അപ്പോൾ എന്താ എല്ലാവരും നടക്കുകയാണ്. ഞാൻ എല്ലാവരും കാണിച്ചു തരാം. ഡാലൂസ് മുമ്പിലുണ്ട്, ഉമ്മ വെക്കിൽ, അതിൻ്റെ ബാക്കിൽ ലിയ, ഏറ്റവും ബാക്കിൽ ഞാൻ. ലിയൻ്റെ കയ്യിൽ എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. ഒന്ന് പപ്പായ ഗിഫ്റ്റ്, നമ്മളവിടെ ഉണ്ടായ പപ്പായ ആണ്. അപ്പം എന്നാലും അവിടെ നമ്മൾ പേപ്പറിൽ പൊഞ്ഞുണ്ട്. ഇനി അവിടെ പോയിട്ട് ഒരു പഴിപ്പിച്ചോളും, അൺബോക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഐസ്ക്രീം വാങ്ങി നോക്കണല്ലേ, ഐസ്ക്രീം. അപ്പം എന്താ അവിടെ എത്താനായിട്ടുണ്ട്. അവിടെ ഒരു നായി ഉണ്ട്. ഇതാ അപ്പം നമ്മളങ്ങനെ ഇതാ ഈ ചെറിയ റോട്ട് കൂടാണ്, റോഡല്ല ചെറിയ അതിനെന്താ പറയുക, ഇടവഴി. അപ്പോൾ അതമ്മ നടക്കുന്നുണ്ട്. അല്ലൂസ് അവിടെ എത്തിയിട്ട്, അല്ലൂസ് ഇവിടെ എത്തിയാൽ പിന്നെ ഒരു ഒറ്റ വട്ടാണ്. അപ്പോൾ നമ്മളിനി അവിടെ എത്തിയിട്ട് കാണാം. നമ്മളങ്ങനെ ഇവിടെ എത്തി ഗൈസ്. അതാ ഈദും മുബാറക്ക്. നമ്മൾ പിന്നെ ഇന്ന് രാവിലെ വിളിച്ചീന ഗൈസ്. നല്ല എല്ലാരും ഒന്ന് സൂം ചെയ്യട്ടെ. ജനുവിനെ കാണും. ജനുവിന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊന്നും പോയില്ല. ഇവിടെ ഉള്ള മറ്റേ അന്ന് ബർത്ത്ഡേക്ക് വന്നേ ലുത്തൈഫിന്റെ വീട്ടിൽ പോയി ഉണ്ടാവും. വേറെ ആരെ ഇവന്റെ വീട്ടിൽ പോയി ഉണ്ടാവും അല്ലേ? നിഹാന്റെ വീട്ടിൽ പോയി. നിങ്ങളല്ലേ ചങ്ക്സ്? വേറെ എവിടെയും പോയില്ല. പിന്നെ ഓരിങ്ങോട്ട് വന്നേ. അങ്ങനെ ഗൈസ് നമ്മളെ പെരുന്നാളിൻ്റെ ലഞ്ചൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഉമ്മമ്മൻ്റെ സ്പെഷ്യലായിട്ടുള്ള ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഇന്നത്തെ ഐറ്റം. അപ്പോൾ ഉമ്മമ്മൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവമാണ്, നമുക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ഉമ്മമ്മൻ്റെ ബീഫ് ബിരിയാണി. അപ്പോൾ ഇന്ന് അതാണ്. അപ്പോൾ അതാ മാമിയും ഉമ്മമ്മയും കൂടി ചേർന്നിട്ടായത് വേറൊരു ചെമ്പിലേക്കൊക്കെ മാറ്റുകയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഗൈസ് എല്ലാവരും ഇതാ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബീഫ് ബിരിയാണീൻ്റെ കൂടെ തന്നെ കോഴി പൊരിച്ചത്, ചമ്മന്തി, അച്ചാർ, തൈര് അതെല്ലാം കൂടി സെറ്റാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ ട്രിപ്പിൽ ആണുങ്ങളെല്ലാവരും ഇരുന്നു കേട്ടോ. രണ്ടാമത്തെ ട്രിപ്പിൽ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ് നമ്മൾ. അപ്പോൾ അത് അലൂസും സെനൂർഫൊക്കെ വേഗം തന്നെ പോയിരുന്നു കേട്ടോ. ഓരോ കൂടെ ആകുമ്പോൾ അലൂസ് പിന്നെയും ചോറുന്നു, അതുകൊണ്ട് ഓരോ കൂടി ഇരിക്കുകയാണ്. ഇന്നിവിടെ ഒരു മിസ്സിങ്ങും കൂടി ഉണ്ട് കേട്ടോ ഗൈസ്. എന്താണെന്ന് വെച്ചാൽ മാമന് ഗൾഫിലാണ്, അതുകൊണ്ട് മാമൻ്റെ ഒരു കുറവും കൂടി അറിയാനുണ്ട്. മാമൻ കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, ഫുഡ് കഴിക്കാനൊക്കെ നല്ല രസമുണ്ടാവും. അപ്പോൾ മാമന് വീഡിയോ കോളൊക്കെ വിളിച്ചിരുന്നു കേട്ടോ ഗൈസ് രാവിലെ തന്നെ. അപ്പോൾ മാമനൊന്ന് കാണാണല്ലോ പെരുന്നാളൊക്കെ അവിടെ ഗൾഫിൽ. അപ്പോൾ മാമനെ വിളിച്ച് കുറേ വർത്താനൊക്കെ പറഞ്ഞ്, അപ്പോൾ മാമൻ്റെ ഒരു മിസ്സിങ്ങും കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും ഓരൊക്കെ ചോറ് തിന്നാണ്. അടുത്ത ട്രിപ്പിൽ നമ്മളും ഇരിക്കും കേട്ടോ ഗൈസ്. അങ്ങനെ ഗൈസ് ചോറൊക്കെ തിന്നതിനപ്പോൾ ഇപ്പോൾ അതാ ഫ്രൂട്ട്സൊക്കെ തിന്നാണ് കേട്ടോ. നമ്മൾ ഫ്രൂട്ട്സൊക്കെ അത് അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഒപ്പം തന്നെ അത് ഇർഫ് സവനപ്പും കൊണ്ട് വന്ന് അപ്പോൾ സവനപ്പും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അല്ലൂസ് ഇതുവരെ ഗൈസ് ചോറൊന്നും തിന്നതിനിട്ടില്ല. ഇവരൊക്കെ തിന്നതിന് എണീച്ചിട്ട് ഓൻ തിന്നതിനിട്ടില്ല. അത് അവിടെ നിന്ന് ഓനിക്ക് ഉമ്മ ചോറ് വാരി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞ് സവനപ്പോ ഐസ്ക്രീമൊക്കെ ഉണ്ട്, വേഗം തിന്നു എന്നാലേ അതൊക്കെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് വേഗം അവിടുന്ന് ഉമ്മ തീറ്റിക്കുക കേട്ടോ. അല്ലാണ്ട് ഒന്നും തിന്നൂല, ഉമ്മ വാരി കൊടുത്താലേ ചോറ് തിന്നുള്ളൂ. ഗൈസ് അല്ലൂസിൻ്റെ ചോറ് തിന്നൽ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ പെണ്ണുങ്ങളെല്ലാവരും ഇരുന്ന് പിന്നെ അതിൻ്റെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഗൈസ്, എനിക്ക് മറന്നുപോയി. ഗൈസ് നമ്മളെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാണ്. അങ്ങനെ ഗൈസ് നമ്മളിപ്പോഴുള്ളത് മാങ്കാവിലാണ് കേട്ടോ. മാങ്കാവിൽ ഇപ്പൻ്റെ ഏട്ടൻ്റെ വീട്ടിലാണ്, ഇപ്പോൾ മൂത്താപ്പൻ്റെ വീട്ടിലാണ് കേട്ടോ ഗൈസ് ഉള്ളത്. ഇതാണ് കേട്ടോ ഗൈസ് മൂത്താപ്പൻ്റെ വീട്.
അപ്പോൾ ഇതാ നമ്മളിവിടെ ആദ്യം വന്നപ്പോൾ തന്നെ അല്ലൂസ് അവിടെ വണ്ടിമേ ഇരിക്കുന്നു. അപ്പം ഗൈസ് ഇതാണ് കേട്ടോ മൂത്താപ്പ. ഈ പച്ച ഷർട്ട് ഇട്ടതാണ് മൂത്താപ്പ, ടീഷർട്ട് ഇട്ടതാണ് മൂത്താപ്പ. അപ്പോൾ ഇതാ നമ്മളിവിടെ വന്നപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താ പറയുക കലക്കിയ വെള്ളമൊക്കെ തന്ന്. ഇപ്പം ചൂടൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ പറഞ്ഞ് കലക്കിയ വെള്ളം മതി, അങ്ങനെ ഒരു കലക്കിയ വെള്ളമൊക്കെ എടുത്ത് തന്നാണ്. നമ്മൾ പൊതുവേ നമ്മൾ സാർമാൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ വരുമ്പോൾ തന്നെ ഐസ്ക്രീമും സെവനപ്പും ഒക്കെ കുടിച്ച് വയറ് ഫുൾ നിറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെ അതും കൂടി കുടിച്ചപ്പോൾ ഫുള്ളായി, നിറയെ വെള്ളം കൂടി കുടിച്ചപ്പോൾ. പിന്നെ ഗൈസ് ഇതാണ് കേട്ടോ മൂത്ത. അപ്പോൾ നമ്മൾ ഇവരോട് കുറേ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് കുത്തിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ പിന്നെ കുറച്ച് നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ അവിടുന്ന് വേഗം ഇറങ്ങി കേട്ടോ ഗൈസ്. നമുക്ക് വേറെയും സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. അപ്പം പിന്നെ ഇനി നമ്മൾ നേരെ അങ്ങോട്ടേക്ക് വേറെ സ്ഥലത്തേക്കൊക്കെ പോവാണ് കേട്ടോ. അപ്പം ഗൈസ് അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ വേറൊരു അമ്മായിയല്ല ആരതേനു നമ്മുടെ എളാമൻ്റെ വീട് കേട്ടോ. പെട്ടെന്ന് കിട്ടിയില്ല. എളാമൻ്റെ വീട്, ഇപ്പൻ്റെ എളാമൻ്റെ വീടാണ്. അപ്പോൾ ഓരോ വീട്ടിൽ ഇതേപോലത്തെ കാറുണ്ട്, കാറല്ല ജീപ്പുണ്ട്. ഒക്കെ പറയുന്നത് തെറ്റാണല്ലോ ഗൈസ്. ഇവിടെ ജീപ്പുണ്ട്. അപ്പോൾ അല്ലൂസ് ഇവിടെ വരുമ്പോൾ എപ്പോഴും ജീപ്പിൽ ഓടിച്ച് കളിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ വന്നപ്പം ജീപ്പ് ഓടിച്ച് കളിക്കും. എനിക്ക് പൊതുവേ ഈ ജീപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ഓടിക്കുന്നതൊക്കെ. നമ്മൾ ഹൈലൈറ്റ് മാളിൽ പോകുമ്പോൾ കളിക്കലുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇഷ്ടത്തിൽ ഓനത് അവിടുന്ന് ജീപ്പൊക്കെ ഓടിച്ച് കളിക്കുകയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ എളാമൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പം നമ്മളുള്ളത് പൊക്കുന്നാണ് കേട്ടോ. പൊക്കുന്ന് ഇപ്പമ്മൻ്റെ ഒരു ആങ്ങളേൻ്റെ വീടുണ്ട്. അപ്പോൾ അവിടത്തേക്കാണ് ഇതാ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്, അല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് കേട്ടോ ഗൈസ് ഓരോ വീട്. ഇനിയില്ല കളിക്കാന്, ഇനിയില്ല. ഇനി ഗൈസ് നമ്മൾ കിണാശ്ശേരിക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണല്ലോ, അവിടെ നമുക്ക് 2 അമ്മായിമാരെ വീട്ടിൽ പോകാണ്ട് കേട്ടോ. അവിടെ പോകണം. ഞാൻ വണ്ടി വേണ്ട പോയില്ല, വണ്ടി അവിടെ ചോദിച്ചാൽ പറഞ്ഞാൽ മതി. ഗൈസ് നമ്മളിനി അടുത്തത് ഇപ്പൻ്റെ ഒരു അമ്മായിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ വേറൊരു അമ്മായിൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഇനി ഈ ഒരു അമ്മായിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, നടക്കാനുള്ള ദൂരമല്ലോ. നമ്മൾ കാറ് വേറൊരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് വെച്ചാണ്. ഇതെന്ത് വണ്ടിയാടോ? ഗൈസ് നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ കാറ് പാർക്ക് ചെയ്തെടുത്തോട്ട് പോവാ. നല്ല കാറ്റുണ്ട്. ഇവിടെ വന്നാൽ മാത്രം ഒന്നല്ല കാറ്റ് കിട്ടുക. എന്ത് കൊടുങ്കാറ്റോ? കൊടുങ്കാറ്റ് എന്താ അറിയാം എനിക്ക്?
കൊടുങ്കാറ്റ് ഇങ്ങനെ റൗണ്ടിൽ വന്ന് നമ്മളൊക്കെ അത് ചുഴലിക്കാറ്റാണ്. ചുഴലിക്കാറ്റിൽ നമ്മൾ ഇങ്ങനെ ഇവിടെ ഒരാൾക്ക് കാല് വേദന എടുത്തീനെ. അപ്പൊ ലിയ എടുത്തീനു. പിന്നെ ഞാൻ വീഡിയോ ഓണാക്കിയപ്പോൾ അങ്ങ് വേഗം ഇറങ്ങിയതാ. അങ്ങനെ ഗൈസ് നമ്മളിപ്പോൾ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് പോവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് ഗോകുലമ്മാളിൻ്റെ അവിടെയാണ് കേട്ടോ ഗൈസ്. ഇവിടെയൊക്കെ ഈ ഒരു അപ്പുറത്തെ ഭാഗം കണ്ടാൽ മനസ്സിലാവും, ഭയങ്കര തിരക്കാണ്. റോഡൊക്കെ പെരുന്നാളൊക്കെ അല്ലേ, അപ്പം പിന്നെ എല്ലാവരും ഓരോരുത്തരുടെ വീട്ടിലൊക്കെ ഇങ്ങനെ പോകുന്നതിനെ കൊണ്ട് നല്ല തിരക്കുണ്ട് അവിടെയൊക്കെ ഭയങ്കര ബ്ലോക്കൊക്കെ ആയിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിനി ഹോട്ടലിൽ എത്തിയിട്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ എന്താണ് വാങ്ങിയത് എന്നുള്ളതൊക്കെ. അങ്ങനെ ഗൈസ് നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വെജ് ഹോട്ടലിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ദക്ഷിൺ എന്നാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പേര് ഗൈസ്. നമ്മൾ ഉച്ചയ്ക്ക് ബീഫ് ബിരിയാണി ഒക്കെ ആണല്ലോ കഴിച്ചത്, അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ലൈറ്റായിട്ട് രാത്രി എന്തെങ്കിലും കഴിക്കുക. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു വെജ് ഹോട്ടലിലേക്ക് വന്നത്. അപ്പം ഗൈസ് ഇവിടുത്തെ എന്തൊക്കെയാണ് സംഭവങ്ങളുള്ളതൊക്കെ മെനു ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലാണ് കസവ് കേന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രസ്സിൻ്റെ ഷോപ്പൊക്കെ ഉള്ളത്. പിന്നെ ഗൈസ് നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ മസാല ദോശയാണ് മെയിനായിട്ട്. പിന്നെ ഇപ്പോൾ തട്ടുദോശയാണ് കേട്ടോ ഗൈസ് കഴിച്ചത്. ഇവിടെ എന്ന് പറഞ്ഞാൽ സെൽഫ് സർവീസാണ്. അപ്പോൾ നമ്മൾ തന്നെ അവിടെ പോയിട്ട് എന്താ പറയുക ഓർഡർ കൊടുത്ത ശേഷം അവിടെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ നമ്മൾ വേഗം പോയി എടുക്കുക കഴിക്കുക, അങ്ങനെയാണ്. ഇവിടെ ഗൈസ് ഭയങ്കര തിരക്കേനു കേട്ടോ. ഒരാൾ എന്താ പറയുക എണീക്കാൻ നേരമില്ല, അടുത്താക്കി ഇരിക്കുകയാണ്. അപ്പോൾ അത്രക്കും തിരക്കാണ്. അപ്പോൾ നമ്മൾ വേഗം പോയി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ഗൈസ്. ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം. പല്ലൂസ് എന്തായാലും ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ കുറച്ച് നേരം എടുക്കും. ഭയങ്കര ചൂടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഫുഡ് നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റുള്ള എന്താ പറയുക ഹോട്ടൽ തന്നെയാണ്. നമ്മുടെ ഈദ് വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുവിധമൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ പുറത്തുനിന്നാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി ഇനി നമ്മൾ കിടക്കാൻ പോവാണ് കേട്ടോ. ഒരുപാട് നേരമായി. ഇപ്പൊക്ക് കുറി എടുക്കാണ്ട്. അപ്പോൾ ദിയെ അല്ലൂസും ഇപ്പം കുറി എടുക്കാൻ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വൈൻഡപ്പ് കൊടുക്കാം, ഉറക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വൈൻഡപ്പ് ഞാൻ തന്നെ കൊടുക്കാന്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. അപ്പൊ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ നമ്മൾ തിരിച്ചു വരും കേട്ടോ. അപ്പൊ അതുവരേക്കും